മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പോപ്സ് എസ്റ്റേറ്റ്, വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ അതിഥി തൊഴിലാളികളടക്കം 1 മണിക്കൂർ പണിമുടക്കി സമരം ചെയ്തു. ശമ്പളമില്ലാത്തതിനാൽ നാട്ടിലേക്ക് പോകുവാൻ പോലും നിർവാഹമില്ലാതെ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് അതിഥി തൊഴിലാളികൾ. പോപ്സ് മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിൽ അതിഥി തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് ശമ്പളം ലഭിച്ചിട്ട് 3 മാസം പിന്നിടുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അതിഥി തൊഴിലാളികൾ അടക്കമുള്ളവർ 1 മണിക്കൂർ ജോലി നിർത്തിവെച്ച് സമരം ചെയ്തത്. കൃത്യമായി തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും ശമ്പളമില്ലായ്മ തൊഴിലാളികളെ ദുരിതത്തിലാഴ്ത്തുകയാണ്. ഇതിൽ ഏറെ ദുരിതം അനുഭവിക്കുന്നത് അതിഥി തൊഴിലാളികളാണ്. സ്വന്തം നാട്ടിൽ നിന്നും തൊഴിൽ തേടി ഇവിടെയെത്തിയ ഇവർ ശമ്പളമില്ലാതെ നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെടുകയാണെന്ന് അതിഥി തൊഴിലാളികൾ പറയുന്നു. எல்லா வருமானமும் எடுக்கிறாங்க. சம்பளம் மாத்திரம் நாங்கள் கேட்டால் ஏன் இல்லை, நாங்கள் எண்ணத்தை வச்சு சாப்பிடுவோம். கடைசி சம்பளம் கிடச்சி 3 மாதம் ஆச்சு. இந்த தாரேன் குடிசதாரேன், இந்த தாரேன் மீதியத்தாரேங்கிறாங்க. ஒன்றும் இல்லை, நாங்கள் வெட்டி கொடுக்க வேண்டியது. என்ன குறவு இந்த தோட்டத்தில்? நாங்கள் லாபம் தானே கொடுத்துக்கிட்டு இருக்கோம். இந்த திருவிழா வருது, திருவிழாவுக்கு பைசா இல்லை எங்களுக்கு. எல்லாத்துக்கும் சம்பளம் வேணும். எங்களுக்கு சம்பளம் இருந்தால் தான் நாங்கள் இன்றைக்கி வேலைக்கு പോരുന്നു. ഇപ്പോൾ 2 മാസം നിലവിൽ കുടിശ്ശികയാണ്. ഇപ്പോൾ 3ാമത്തെ മാസം ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്നാ ശമ്പളം കറക്റ്റായിട്ട് തരുന്നത് പോലും മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പറയുന്നില്ല. ഈ റേഷനരി വെച്ച് വേണം ആൾക്കാർ കഴിഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇപ്പോൾ പെരിയാറിലോട്ട് വന്ന് ഒരു വണ്ടിക്കൂലി കൊടുത്ത് പോകണമെങ്കിൽ പോലും അവർക്ക് അതിനുള്ള സൗകര്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ശമ്പളം, തൊഴിലാളികളുടെ മൊത്തം ശമ്പളവും ഞങ്ങളുടെ കുടിശ്ശിക മറ്റുള്ള ബദൽ എസ്റ്റേറ്റ് പച്ചക്കുളത്തെടുത്ത് കൊടുക്കുന്ന ആ കമ്പനി വരെ ആ കുടിശ്ശിക കൊടുത്തിട്ട് ഞങ്ങളുടെ കുടിശ്ശികയുടെ ഇതിന് ഒരു തീരുമാനമായിട്ടില്ല. അപ്പം ആ ശമ്പളങ്ങൾ എത്രയും പെട്ടെന്ന് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് തന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്തു വരുന്ന മറ്റ് തൊഴിലാളികളുടെ സ്ഥിതിയും പരിതാപകരമാണ്. 3 മാസമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചിട്ട് ഇവരും ഏറെ പ്രതിസന്ധി നേരിടുകയാണ്. സ്കൂളുകളിൽ പഠിക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾക്ക് വാഹനക്കൂലി നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും സർക്കാരിന്റെ റേഷനരി ഉപയോഗിച്ചുള്ള ഭക്ഷണക്രമം മാത്രമാണിപ്പോൾ നടത്തിവരുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു. பெரியார் போவா அது காசு இல்லை. 2 மாசத்துக்கு சம்பளம் இல்லை. நம்ம என்ன சாப்பிடுவோம்? சம்பளம் எப்படி இல்லைன்னா நான் சாப்பிட வேண்டாம். சம்பளம் இல்லைன்னா நான் என்ன சாப்பிடுவேன்? சம்பளம் இன்னும் நல்லா வேலை செய்ய சம்பளம் இல்லை. சம்பளம் வேணும், പിന്നെ என்ன வேலை செய்யும்? നമ്മളെ വണ്ടിപ്പെരിയാർ ഓക്സിജൻ കമ്പനിയിൽ 20 പേര് വന്നേക്കുന്നു. പൈസ ഒന്നും കിട്ടുന്നില്ല നല്ലതായിട്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോകും, നമ്മുടെ കയ്യിൽ 1 രൂപ കൂടി ഇല്ല. സാപ്പിടുന്ന ഒരു അരിസ് കൂടി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാസശമ്പളം മുടങ്ങുമ്പോഴും ആഴ്ചകൾ തോറും ലഭിക്കുന്ന ചിലവ് കാശ് വെച്ചായിരുന്നു തൊഴിലാളികൾ നിത്യവൃത്തി കഴിഞ്ഞു പോന്നിരുന്നത്. എന്നാൽ ചിലവ് കാശ് കൂടി മുടങ്ങിയ സാഹചര്യത്തിൽ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് അതിഥി തൊഴിലാളികൾ അടക്കമുള്ളവർ. ജോലി ഉപേക്ഷിച്ച് തിരികെ നാട്ടിലേക്ക് പോകാമെന്ന് കരുതുന്ന അതിഥി തൊഴിലാളികൾക്ക് തിരികെ പോകുവാനും സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. സാധാരണ തൊഴിലാളികൾ എവിടെയെങ്കിലും നിന്നും വായ്പയും മറ്റും വാങ്ങി നിത്യച്ചിലവ് നടത്തുമ്പോൾ ഇതിനുപോലും കഴിയാത്ത സാഹചര്യമാണ് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കുള്ളത്. 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ഉടൻ ലഭ്യമാക്കുവാൻ വേണ്ട നടപടികൾ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.